ആലത്തൂർ മണിപ്രവാളം കേട്ടിട്ടുണ്ടല്ലോ. മരുന്നിനെയും ചികിത്സാരീതിയെയും കുറിച്ചുള്ള ഒരു വൈദ്യഗ്രന്ഥമാണ് ആലത്തൂർ മണിപ്രവാളം. അതുകൊണ്ട് തന്നെ ഇത് മണിപ്രവാളം അല്ല. അധമം മണിപ്രവാളം. ന്യൂനതേ അധമം. രസന്യൂനത്വം. ഇതനുസരിച്ച് രസം കുറഞ്ഞിരിക്കുന്നത് അധമം മണിപ്രവാളമാണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പം ആലത്തൂർ മണിപ്രവാളം എന്ന് പറയുന്നത് മരുന്നിനെയും ചികിത്സാ രീതിയെക്കുറിച്ച്. അതിൽ രസത്തിൻ്റെ പ്രാധാന്യം എന്താണ് വരുന്നത് അല്ലേ? അത് കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ഉയർന്നു നിൽക്കുന്ന ഒരു ഗ്രന്ഥമല്ലേ. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും മണിപ്രവാളത്തിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ കാണില്ല. സഹൃദയനെ രസിപ്പിക്കാൻ രസം വേണ്ട, എന്നാൽ രസികനെ രസിപ്പിക്കാൻ രസം ആവശ്യമാണല്ലോ അല്ലേ. രസിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു കൃതിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ രസം നൽകുക തന്നെ വേണം അല്ലേ. അതാണ് ഇവിടെയും വ്യത്യസ്തമായി നിൽക്കുന്നത്. ആലത്തൂർ മണിപ്രവാളം.